6 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി സൗത്ത് വാഴക്കുളം എന്ന സ്ഥലത്താണ്. 6 സെൻറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ AM റോഡിൽ നിന്നും 200 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. ഈ കാണുന്ന വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് സമയം പാഴാക്കാതെ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ മുന്നിലുള്ള റോഡിലാണ്. 5 മീറ്റർ വിഡ്ത്താണ് റോഡിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബോക്സി ടൈപ്പ് മോഡേൺ ഡിസൈൻ തന്നെ നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ബാൽക്കണി കാണാം. ബാൽക്കണിയിലായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കും ഗ്ലാസും എല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. 5 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ് ഇത് നൽകിയിരിക്കുന്നത്. AM റോഡിലെ ആലുവ മൂന്നാർ റോഡിലേക്ക് വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം. വീടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഗേറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഗേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഗേറ്റ് നൽകിയിരിക്കുന്നു. മതിൽ വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. കുറച്ച് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് വരുന്നത്. 2 ഭാഗത്തേക്കും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. കടന്നു വരാം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വലിയ കാർ പാർക്കിംഗ് സ്പേസ്. വലിയ SUV പോലെയുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് ടൈലാണ്. എൻ്റെ പുറകിൽ നോക്കിയാൽ ഒരു 3 പാളി ജനൽ കാണാം. നല്ല വിശാലമായിട്ടുള്ള വലിയ ഒരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കാർ പോർച്ചിൻ്റെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടൈലാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്ത് മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞു. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്കൊരു കാർ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. അപ്പോൾ കാർ പോർച്ചിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാം, ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാം. ഇത് അടുത്ത ഗേറ്റാണ്. ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഗേറ്റും സെയിം ഗേറ്റ് തന്നെയാണ്, ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് വരുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോൺ ഇവിടെയും നൽകിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. പുറകുവശത്ത് അത്യാവശ്യം സ്ഥല സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്ഥല സൗകര്യം നമുക്ക് ലഭ്യമാണ്. കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്ക്വയർ ടൈപ്പിലാണ് കിണർ നൽകിയിരിക്കുന്നത്. അപ്പോൾ പുറകുവശത്തും ഏകദേശം 2 മീറ്ററോളം സ്പേസ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഇത്രയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ഒരു 3-4 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് തേക്കൂട്ടിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ആ തേക്കിൻ്റെ ഗ്രെയിൻസ് എല്ലാം കൊടുത്തിട്ടുള്ള ആ ഭംഗി നമുക്ക് കാണാം. ഇവിടെ അക്രിലിക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഹാൻഡിലും നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് കയറി വരുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ചെറിയൊരു പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു 4 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ജനലുകൾക്കെല്ലാം ബോർഡർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ താഴെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് ഇത് TV കാണുന്നതിനുള്ള സൗകര്യം അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. വലിയ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഒരേ ടൈപ്പ് ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണെന്നാണ്. ഹാൻഡ് റെയിലൂടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഇവിടെയാണ്. നമുക്കിവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഒരു സെപ്പറേറ്റ് ഏരിയ വാഷ് കൗണ്ടറിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. സെറയുടെ ഒരു ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LED മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളറുള്ള ലൈറ്റ് ആകുന്ന LED ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. നോക്കിയാൽ അറിയാം, വളരെ ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. 2 ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക്
കിച്ചൺ നോക്കാം. ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറാണിത്. ഈ ഡോർ തുറന്ന് നമുക്ക് കിച്ചണിലേക്ക് വരാം. യു ഷേപ്പിലാണ് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള കിച്ചണാണ്. ഇവിടെ വരെ നമുക്ക് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ വീടുകളിൽ ഇങ്ങനെ ടൈലുകൾ ഒട്ടിക്കാറില്ല, ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം കബോർഡുകൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് 2 പാളികളുള്ള കിച്ചൺ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഇവിടെയാണ്. ഇവിടെയും ടാപ്പും എല്ലാം നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. കാർവിംഗ് ഡിസൈനുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളി വിൻഡോ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് കിച്ചൻ്റെ വിശേഷം. 2 ബെഡ്റൂം താഴെയുണ്ട്. ഇനി പോകുന്നത് ബെഡ്റൂമിലെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. എൻ്റെ 2 വശങ്ങളിലും നിങ്ങൾക്ക് കാണാം. ഇത് ഫ്രണ്ട് എലിവേഷൻ കാർ പോർച്ചിൻ്റെ പുറകിലുള്ള ജനലാണ്. ഇവിടെയും ഒരു സെയിം ടൈപ്പ് ജനലുകൾ നൽകിയിട്ടുണ്ട്. ഏകദേശം 12 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു ബെഡ്റൂമാണിത്. വാർഡ്രോബ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വാർഡ്രോബ് മൾട്ടിവുഡിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഡോറ് FRP ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെറ്റും ട്രേയുമായിട്ട് ഈ ബാത്റൂം തിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷവർ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. അത്രയുമാണ് ബാത്റൂമിൻ്റെ വിശേഷം. അപ്പോൾ ഇനി പോകേണ്ടത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരുന്നത് ഇവിടെയാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. എൻ്റെ പുറകിലായിട്ട് നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെയാണ്, അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 ഭാഗത്തും ജനലുകൾ 3 പാളികൾ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് വാർഡ്രോബും ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 പാളികളുള്ള വലിയ വിശാലമായിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ഒരു ചെറിയ സ്ക്വയർ ടൈപ്പുള്ള ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഏകദേശം 2 ബാത്റൂമും ഒരേ വലിപ്പം തന്നെയാണ്. FRP ഡോറ് തന്നെയാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അവസാന ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ സെറയുടെ ഇതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നോക്കുമ്പോൾ ഇവിടെ ഒരു 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ജനൽ ഇങ്ങനെ 3 ജനലുകൾ ഒരേ ലൈനിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അത് നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ അകത്തേക്ക് നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. സ്റ്റെപ്പ് ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ച് നൽകിയിരിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ വളരെ വിശാലമായിട്ടുള്ളതാണ് അപ്പർ ലിവിങ് സ്പേസ്. ചെറിയൊരു പർഗോള ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ജനലും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെയും ഒരു ജനൽ. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നുമുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് മുകളിലത്തെ 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു പാസേജ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 2 ജനലുകൾ ഇരുവശത്തുമായിട്ട് വരുന്നുണ്ട്. വാർഡ്രോബും സെയിം സ്പേസിൽ തന്നെ വരുന്നുണ്ട്. ഫോൾ സീലിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാത്റൂമിൻ്റെ കാര്യം ഏകദേശം അതേപോലെ തന്നെയൊക്കെയാണ്. ഒരേ സ്പേസ് തന്നെ. ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം. ബാക്കി ബാത്റൂമിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വലിപ്പവും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ 4 ബെഡ്റൂമും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഈ വീട്ടിൽ നിന്ന് ആലുവയ്ക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 8 കിലോമീറ്ററാണ്. പെരുമ്പാവൂർക്ക് ഒരു 9 കിലോമീറ്ററൊക്കെ വരും. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 12 കിലോമീറ്ററാണ്. നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ എയർപോർട്ടിലേക്കെല്ലാം എത്തിച്ചേരാൻ പറ്റും. ഇൻഫോ പാർക്കിലേക്കും ഏകദേശം 12 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മെയിൻ അട്രാക്ഷൻ AM റോഡും രാജഗിരി ഹോസ്പിറ്റലും തന്നെയാണ്. AM റോഡിലേക്ക് 300 മീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ വീണ്ടും നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. വാർഡ്രോബ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഈ ബാത്റൂമിന്
അല്പം വലിപ്പം കൂടുതലുണ്ട്. ഇവിടെയും ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ 4 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് ഒന്ന് നോക്കാം. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. എല്ലാം നല്ല വലിപ്പമുള്ളതാണ്. യൂട്ടിലിറ്റി സ്പേസ് നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഒരു വുഡൻ ഡിസൈനിലുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഗോവണിയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ പോയിൻ്റാണിത്. ഇവിടെ ടാപ്പും നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് സ്റ്റെപ്പ് വഴി പോയാൽ ടെറസിലേക്ക് പോകാം. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണി കാണാനുണ്ട്. ഇവിടെയാണ് ബാൽക്കണി. ബാൽക്കണി ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ഇവിടെ വരെ കവേർഡ് സ്പേസാണ്. അവിടെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ മാറ്റ് ഫിനിഷുള്ള ടൈലുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഒരു 4-way LED ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസും MS-ഉം ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ്. 4 വാഹനം പാർക്ക് ചെയ്യാൻ വരുന്ന ബസ് റൂട്ടിലേക്ക് വളരെ ഹൈവേയിലേക്ക്, അതായത് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് വളരെ അടുത്ത് തന്നെ ഉള്ള ഒരു വീട്. നല്ല ഡിസൈനിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വീട്. വീടിൻ്റെ വില താഴെ പോയെന്ന് നമുക്ക് പറയാം. ആറ് സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് സൗത്ത് വാഴക്കുളം എന്ന സ്ഥലത്താണ്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. വീടിൻ്റെ വിലയിലേക്കാണ് പോകുന്നത്. 95 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില. പക്ഷേ നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വീട് വാങ്ങാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.